ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് GNS3ൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ചാണ്. അപ്പം GNS3 ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് GNS3യുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കയറിയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഗൂഗിളിനകത്ത് GNS3 എന്ന് സെർച്ച് ചെയ്യുക. GNS3 എന്ന് പറയുന്നത് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഓക്കെ, നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, GNS3യും പാക്കറ്റ് ട്രേസറും തമ്മിൽ നോക്കുകയാണെങ്കിൽ ഈ GNS3 എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക, പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസുകളൊക്കെ സിമുലേറ്റ് ചെയ്യാൻ GNS3 ഭയങ്കര യൂസ്ഫുള്ളാണ്. മാത്രമല്ല GNS3 യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് GNS3 കുറച്ചും കൂടി യൂസ്ഫുള്ളാണ് നെറ്റ്വർക്കിങ്ങിൽ. ഓക്കെ, അപ്പോൾ GNS3 അതുപോലെ തന്നെ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടൂളുകളുണ്ട്. PNet എന്ന് പറഞ്ഞ ടൂളുണ്ട്, അതുപോലെ EVNG എന്ന് പറഞ്ഞ ടൂളുണ്ട്. അങ്ങനെ കണ്ടമാനം ടൂളുകൾ അവൈലബിൾ ആണ്. പക്ഷേ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ടൂളാണ് GNS3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GNS3 എന്ന് പറയുന്ന GNS3.com എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് GNS3 എന്ന് പറയുന്നത്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആദ്യം ഇതിനകത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ സൈനിങ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സൈനിങ് ചെയ്യുക. അതല്ല നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഒരു അക്കൗണ്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ Gmail ID യും പാസ്വേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവിടെ ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിൻഡോസിൻ്റെയും മാക്കിൻ്റെയും ലിനക്സിൻ്റെയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാളേഷൻ ഗൈഡും ഇവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ GNS3 ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പാണ് കാണിച്ചു കൊടുത്തത്. ഡെസ്ക്ടോപ്പിനകത്ത് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഗൈഡ് വേണമെങ്കിൽ വായിച്ചു നോക്കാം. അവിടെ ഓപ്ഷൻ ഉണ്ട്, ഇൻസ്റ്റാളേഷൻ ഗൈഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നുണ്ട്. ഇത് സപ്പോർട്ടഡ് ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ Windows 7, അതേപോലെ Windows 8, 10 അങ്ങനെ എല്ലാം മുകളിലോട്ട് ഏത് വേർഷനിൽ ഇത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ 64 ബിറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എല്ലാ വേർഷൻസും 32 ബിറ്റ് സപ്പോർട്ട് ചെയ്യില്ല. ഒക്കെ മിനിമം സിസ്റ്റത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ Windows 7 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 2 കോർ പ്രോസസ്സർ വേണം, 4 GB റാം വേണം, 1 GB സ്പേസ് വേണം. ഇത്രയെങ്കിലും മിനിമം വേണം. സത്യം പറഞ്ഞാൽ റെക്കമെൻഡഡ് സ്പേസ് നോക്കുക. 16 GB റാമാണ് ഇതിന് വേണ്ടത് ശരിക്കും പ്രോപ്പറായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കാൻ. അല്ലെങ്കിൽ 4ൽ കൂടുതൽ കോർ ഉണ്ടായിരിക്കണം, വെർച്വലൈസേഷൻ സപ്പോർട്ട് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സപ്പോർട്ടായാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിനകത്തും വെർച്വലൈസേഷൻ സപ്പോർട്ട് വേണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 16 GB റാമുള്ള ഒരു സിസ്റ്റം സെറ്റ് ചെയ്യാണ് എന്നാണ് നല്ലത്. SSD ഉണ്ടായിരിക്കണം, എങ്കിലാണ് പ്രോപ്പർ ടെസ്റ്റിംഗ് നമുക്ക് നടത്താൻ പറ്റുള്ളൂ GNS3യുടെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് ഇവർ പറയുന്നത് 32 GB റാമും i7 i9 പ്രോസസ്സർ, അല്ലെങ്കിൽ മിനിമം i7 പ്രോസസ്സർ, അതുപോലെ 64 ബിറ്റ്, അതുപോലെ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ സ്റ്റോറേജ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്സ് ഇവിടെ കുറേ ഉണ്ട്. ഫ്രീ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എങ്ങനെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് അടിച്ച് പോകാം. ഇതേ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളതാണ്. Cisco IOS ഒക്കെ ഇതിനാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. Cisco IOS ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ QEM എന്ന് പറയുന്നത് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ പിന്നെ വേറെയും ഒരുപാട് ഫെസിലിറ്റികൾ ഇതിനകത്ത്. ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർസ് ആട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള exe ഫയൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാണ്. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇവിടെ ഒരു വിൻഡോസിൻ്റെ പ്രൊട്ടക്റ്റഡ് യുവർ PC എന്ന് പറയുന്ന ഒരു ഡിഫൻഡറിൻ്റെ ഒരു സ്മാർട്ട് സ്ക്രീൻ വരുന്നുണ്ട്. പക്ഷേ ഇത് നോക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഈ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളെ സ്വന്തം റിസ്ക്കിലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ റൺ എനിവേ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ. ഇവിടെ S കൊടുത്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാണ്. എഗ്രി GNS3. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, GNS3 VM കൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. VM ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഡൗൺലോഡ് ചെയ്യണമെന്നില്ല. ഞാൻ കാര്യം മനസ്സിലാക്കുക. VM3 ടിക്ക് ചെയ്യേണ്ടത് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ GNS3യിൽ നിങ്ങൾക്ക് സ്വിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ GNS3 VM ടിക്കറ്റ് വെക്കുക. ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫയൽ അവർ ഡൗൺലോഡ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. ബാക്കി കോൺഫിഗറേഷൻ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ GNS3യിൽ നിങ്ങൾക്ക് സ്വിച്ച്, സിസ്കോയുടെ സ്വിച്ചുകളൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഈ VM ടിക്കറ്റ്. പക്ഷേ VM ടിക്കറ്റ് എന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള സിസ്റ്റത്തിൽ മിനിമം ഒരു 10 GB മുകൾക്ക് റാം ഉണ്ടായിരിക്കണം. ഓക്കെ, 10 GB മുകൾക്ക് റാം ഉണ്ടായിരിക്കണം.
പ്ലസ് നല്ലൊരു പ്രോസസ്സറും ആയിരിക്കണം. എങ്കിൽ അങ്ങനത്തെ ആളുകൾ മാത്രം GNS3 VM ടിക്കറ്റ് ഇട്ടാൽ മതി. അല്ലാത്തൊരു VM ഡെസ്ക്ടോപ്പ് മാത്രം ടിക്കറ്റ് നെക്സ്റ്റ് പോയാൽ മതി കേട്ടോ. ഞാനിവിടെ എനിക്ക് 12 GB റാം ഉണ്ടായതുകൊണ്ട് തന്നെ GNS3 VM ഞാൻ ടിക്ക് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ GNS3 VM ടിക്ക് ഇടണമെന്നില്ല, നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ GNS3 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ VMware ഇപ്പം GNS3 VM എന്ന് പറയുന്നത് ഡയറക്റ്റ് റൺ ചെയ്യുന്നൊരു ടൂളല്ല. അത് ഒന്നിക്കെങ്കിൽ VMwareലോ അല്ലെങ്കിൽ വെർച്വൽ ബോക്സിലോ ഹൈപ്പർ-വിയിലോ റൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് VMware ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടോ VMware വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എവിടെ VMware, ഓക്കെ അല്ല, VMware വർക്ക് സ്റ്റേഷൻ പ്രോ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ VMware ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ VMware വർക്ക് സ്റ്റേഷൻ കൊടുക്കണം. ഇതിനകത്ത് വെർച്വൽ ബോക്സും ഉണ്ട് കേട്ടോ. ഈ വെർച്വൽ ബോക്സോ VMware ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ബെറ്റർ VMware ആണ്. ഓക്കെ, അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വെർച്വൽ ബോക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ VMware വർക്ക് സ്റ്റേഷനാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്, ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ കൊടുക്കുന്നതോടുകൂടി ഈ VMwareൻ്റെ ഒരു പാക്കേജ് ഫയൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു VM ഫയൽ വരെ ഡൗൺലോഡ്സിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഈ ഒരു VMwareനകത്ത് നമുക്ക് റൺ ചെയ്തുകൊണ്ട് നമുക്ക് അതും ഈ GNS3യും കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഈ VMwareൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 GB കൂടുതൽ റാം ഉള്ളവർക്ക് സിസ്കോയുടെ സ്വിച്ചൊക്കെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഈ VMware വർക്ക് സ്റ്റേഷൻ വേണം. VMware വർക്ക് സ്റ്റേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ പറ്റുന്നത് പറഞ്ഞാൽ സിസ്കോയുടെ റൗട്ടറുകൾ മാത്രമേ സിമുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഇത് വെറുതെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് അത്യാവശ്യം പെർഫോമൻസ് ഉള്ള സിസ്റ്റത്തിൽ മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കാര്യമുള്ളൂ. മനസ്സിലാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇത് ഡൗൺലോഡിങ് കഴിയട്ടെ. ഡൗൺലോഡിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി സെറ്റപ്പുകൾ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർ ഡൗൺലോഡിങ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ GNS3 VM ഹാസ് ബീൻ ഡൗൺലോഡ് ടു യൂസർ 1ൽ ഡൗൺലോഡ്സിൽ അവർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമ്മൾ മാനുവലി കോൺഫിഗർ ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. ഞാൻ ഓക്കെ അടിക്കുന്നതോടുകൂടി അവർ ബാക്കി കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പ്രോസസ്സിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ഉണ്ട് വയർഷാക്ക് ഡൗൺലോഡിങ് നടക്കുകയാണ്. വയർഷാക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. അങ്ങനെ ഓരോ ടൂളുകളും ഇതിൻ്റെ ആവശ്യമുള്ള അഡീഷണലി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ടൂളുകളൊക്കെ അവർ ഡൗൺലോഡ് ചെയ്യും, അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യും. നോക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഡയലോഗ് ബോക്സ് ചിലപ്പോൾ ഓപ്പൺ ആയി വരും. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ അത് നെക്സ്റ്റ് അടിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ അഡീഷണൽ ലൈബ്രറീസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിന് ആവശ്യമാണ്. നമുക്ക് റൗട്ടറുകളുടെ പാക്കറ്റ്സൊക്കെ മോണിറ്റർ ചെയ്യാനൊക്കെ ഈ വയർഷാക്ക് എന്ന ടൂൾ ആവശ്യമാണ്. അങ്ങനെ ഇതിന് ഈ GNS3യുടെ കൂടെ എല്ലാ സാധനങ്ങളും അവർ ഓട്ടോമാറ്റിക് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഇവിടെ ഡയലോഗ് ബോക്സിൽ ചോദിക്കാം പുതിയ ടൂളുകൾ ഇൻസ്റ്റാൾ ചെയ്യട്ടേന്ന്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്തു. കാരണം എൻ്റെ ഒന്നും ചോദിച്ചിട്ടില്ല. അതിന് വേറെ റീസണും ഉണ്ട്. അതിനകത്ത് ഓൾറെഡി ഈ വയർഷാക്ക് പോലത്തെ ടൂളുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അത് ചോദിക്കാഞ്ഞത്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇവരെ മോണിറ്ററിങ് ടൂളിൻ്റെ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, ഞാനിപ്പോൾ ഇത് നോ എടുത്തു. ഓക്കെ, ദെൻ സ്റ്റാർട്ട് GNS3 എന്നുള്ളത് ഞാൻ അൺടിക്ക് ചെയ്തു, ഫിനിഷ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പോൾ GNS3 റെഡി ആയിട്ടുണ്ട്. GNS3 ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. GNS3 ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ GNS3യുടെ ഐക്കൺ കാണാൻ പറ്റും. ഇത് നമ്മൾ ഇൻസ്റ്റാളേഷന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത ഫയലാണ്. അതിന് എനിക്കിന് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു ഫയലുണ്ട്, GNS3 എന്ന് പറയുന്ന ഫയൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി GNS3ക്ക് ആവശ്യമായിട്ടുള്ള iOS ഫയലുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ iOS ഫയലുകളൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് iOS ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, iOSകൾ നമ്മളെ റൗട്ടറിൻ്റെ iOSഉം അതുപോലെ സ്വിച്ചിൻ്റെ iOSൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ iOSകളാണ് GNS3 നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ GNS3 ഇനി ജസ്റ്റ് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ GNS3 റൺ ആവും. ഓക്കെ, അപ്പം ഇപ്പോൾ GNS3 റണ്ണായി വരുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ഉണ്ട്. പക്ഷേ അതിന് മുന്നോട്ടായിട്ട് ഇവിടെ സെർവർ സമ്മറി എന്നുള്ളിടത്ത് ഇവിടെ സെർവറുകൾ കാണിച്ചു തുടങ്ങണം. അപ്പം മാത്രമാണ് GNS3 ഓണായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കാണിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ GNS3യിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ട. കണക്റ്റിംഗ് ടു സെർവർ ലോക്കൽ ഹോസ്റ്റ് പോർട്ട് നമ്പർ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ GNS3 വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ റൺ ഓൺ മൈ ലോക്കൽ കമ്പ്യൂട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പോവുക.
നെക്സ്റ്റ് പോവുക, ഫിനിഷ് കൊടുക്കുക. ഇതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ കുറഞ്ഞ മെമ്മറി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല നിങ്ങൾക്ക് വി എമ്മിൻ്റെ സപ്പോർട്ട്, ഇപ്പോൾ വി എം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ വി എം കാണാൻ പറ്റും. ഓക്കെ, ഇവർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. പിന്നെ വിൻറാർ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാണ്. ഓക്കെ, വിൻറാർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിൻറാർ ഇൻസ്റ്റാൾ ചെയ്താൽ ഇതുപോലെ എക്സ്ട്രാക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിൻറാറൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇതുപോലെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യുക. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, വെർച്വൽ ബോക്സിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ VMware-നകത്ത് കോൺഫിഗ് ചെയ്തുകൊണ്ട് അത് ഈ GNS3 ആയിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട പ്രോസസ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ അതും കൂടി ചെയ്യാൻ പോവാണ്. അപ്പോൾ നോർമൽ റാം ഉള്ളവർ, ഉദാഹരണത്തിന് 10 GB താഴെ റാം ഉള്ളവർ GNS3 യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി ജസ്റ്റ് റൗട്ടർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റൗട്ടർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, iOS റൗട്ടേഴ്സ് എന്നുണ്ട്. ഇതിനകത്ത് ഓൾറെഡി ഞാൻ ആഡ് ചെയ്ത് വെച്ച റൗട്ടേഴ്സ് ആട്ടോ. ഇതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ ആഡ് ചെയ്ത് വെച്ചാൽ ഡിലീറ്റ് ചെയ്യാണ്. രണ്ടാമത് ആഡ് ചെയ്യുന്നത് ഞാൻ കാണിച്ചില്ല. എനിക്ക് ഡിലീറ്റ് ചെയ്തു, എല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ iOS റൗട്ടർ ടെംപ്ലേറ്റിനകത്ത് ന്യൂ എടുത്തിട്ട് നമുക്ക് iOS റൗട്ടറുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ പിന്നെ IOU എന്ന് പറയുന്ന യുനിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒന്നും ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റില്ല. സിസ്കോൻ്റെ സ്വിച്ചൊക്കെ ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ IOU സപ്പോർട്ട് വേണം. IOU ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ പറയും, കണ്ടോ, റൺ ഇൻ റിമോട്ട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ IOU ഡിവൈസ് ഓൺ ദ GNS3 VM-ൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ GNS3 VM കോൺഫിഗ് ചെയ്താൽ മാത്രമേ IOU നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ ഫംഗ്ഷനും ഇതിനകത്ത് ഒരുപാട് ഫെസിലിറ്റികളുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമ്മളെ കയ്യിൽ വേണം. ഓക്കെ, അപ്പോൾ ഞാനത് മനസ്സിലാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ VM കോൺഫിഗ് ചെയ്യാൻ പോവാണ്. VM കോൺഫിഗ് ചെയ്യാതെ അതിൽ ബേസിക് സെറ്റപ്പ് ഉള്ള ഒരാൾ ഇത്ര ചെയ്താൽ മതി. ഇനി ഇതിലപ്പുറം കോൺഫിഗറേഷൻ ചെയ്യേണ്ട. ഇനി ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്രിഫറൻസിൽ പോയിട്ട് ഈ ഒരു iOS റൗട്ടർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് iOS റൗട്ടർ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇത് ഞാൻ അപ്ലൈ. ഓക്കെ, എല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ VM കോൺഫിഗ് ചെയ്യുന്നത് പഠിപ്പിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ക്വിറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാൻ ക്വിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഡൗൺലോഡ്സിൽ ഈ ഒരു ഫയൽ ഉണ്ടല്ലോ, ഈ ഒരു ഫയലിനെ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മൾ VMware ഓപ്പൺ വിത്ത് VMware വർക്ക് സ്റ്റേഷനിൽ ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് നമ്മളോട് ചോദിക്കും ഇതിൽ ഇമ്പോർട്ട് ചെയ്യട്ടെ എന്ന്. ഓക്കെ, എവിടെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഫയൽ നെയിമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതിന് GNS3 എന്ന് പറഞ്ഞു അതിൻ്റെ പാത്ത് കാണിക്കാൻ കേട്ടോ. പാത്ത് കറക്റ്റാണ്, എനിക്ക് ഈ സെയിം പാത്തിനെ മതി. ചിലപ്പം ഇതിനകത്ത് GNS3 എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവാം. ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. VM-നകത്ത് വർക്ക് സ്റ്റേഷനകത്ത് GNS3 ഇല്ല, ഫോൾഡർ ഇല്ല. ഓക്കെ, ബൈ ഡിഫോൾട്ട് അതിനകത്ത് ഫോൾഡർ ഉണ്ടെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ GNS3 തന്നെ കൊടുത്തു, ഇമ്പോർട്ട് പ്രസ് ചെയ്തു. അപ്പോൾ GNS3 എന്ന് പറയുന്ന ഈ ഒരു പാക്കേജിനെ നമ്മുടെ ഈ ഒരു ഡൗൺലോഡ്സിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു VM പാക്കേജിനെ നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ഇമ്പോർട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇമ്പോർട്ടിങ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടോ നോക്കാം. എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഫിക്സ് ചെയ്യില്ലെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ GNS3 എന്ന് പറയുന്നൊരു പേര് വന്നിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് കേട്ടോ. കാരണം ഞാനിവിടെ ഓരോത്തിനും ഓരോ ഫോൾഡറിലാണ് കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കൊണ്ടുപോയിട്ടു. അപ്പോൾ GNS3 എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കുക. ജസ്റ്റ് വെറുതെ ഒന്ന് എന്തെങ്കിലും എറർ വരുന്നുണ്ടോ നോക്കുക. പവർ ഓൺ ചെയ്ത് നോക്കാം എന്തെങ്കിലും. അപ്പോൾ അവിടെ ഒരു എറർ വന്നു. പിന്നെ Intel VT-X EPT നോട്ട് സപ്പോർട്ടഡ് ഓൺ ദിസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്. ഈ എറർ രണ്ട് കാരണം കൊണ്ട് വരാം. ഒന്ന്, നിങ്ങളുടെ ബയോസിനകത്ത് വെർച്വലൈസേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. അത് എനേബിൾ ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ എറർ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത് ഓക്കെ കൊടുത്താലും യെസ് കൊടുത്താലും ഇത് വർക്ക് ചെയ്യില്ല, അത് എറർ വരും. ഈ എറർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ഈ എറർ ആക്ച്വലി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ എറർ വരിക. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ അതിൽ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഡോക്കർ ഡെസ്ക്ടോപ്പ് ഇൻസ്റ്റാൾ ചെയ്തൊരു PC ആണെന്നുണ്ടെങ്കിൽ ഈ എറർ വരാം. കാരണം ഈ ഡോക്കർ നമ്മുടെ ഹൈപ്പർവൈസർ എന്ന് പറയുന്ന ടെക്നോളജി, വെർച്വലൈസേഷൻ ടെക്നോളജീനെ ഇവരെന്ത് ചെയ്യും, ബിസി ചെയ്തുകൊണ്ടിരിക്കും, ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡ് ഉണ്ട്. ജസ്റ്റ് ഗൂഗിളിലും സെർച്ച് ചെയ്യാം. ഈ എറർ ഗൂഗിളിലും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കമാൻഡ്സ് കിട്ടും.
ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് പലരും പറയുന്നുണ്ടാവും. ഇതിനിടയിൽ താഴെ ഏതെങ്കിലും മെസ്സേജിൽ ഒരു കമാൻഡ് ഉണ്ട്. കമാൻഡ് ജസ്റ്റ് ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്തു തരാം. ഉദാഹരണത്തിന് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി അടിച്ചു നോക്കുക. ആഫ്റ്റർ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എറർ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. നോക്കാം. ഇവിടെ കണ്ടോ, ടേൺ ഓഫ്, പിന്നെ എന്താ ഹൈപ്പർ വി ഓഫ് ചെയ്താൽ മതി, ഓഫ് ചെയ്താൽ ഇത് റെഡിയാകും എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഹൈപ്പർ വി ഓഫ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഡോക്കർ എന്ന് പറയുന്ന അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലോ അത് വർക്ക് ചെയ്യുന്നതാണ്. അതല്ലാതെ ഒരു സൊല്യൂഷനും കൂടി ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതല്ലാതെ വേറെ സൊല്യൂഷനും കൂടി ഉണ്ട്. ഇതിപ്പോൾ ഇതിനകത്ത് ഈ വെർച്വൽ മെഷീൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അൺടിക്ക് ചെയ്തുകൊണ്ട് നമ്മളിത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതല്ലാതെ ഒരു സിംഗിൾ കമാൻഡിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു ഓപ്ഷനും കൂടി ഇവിടെ ആരോ പറയുന്നുണ്ട്. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ടാവും. താഴോട്ട് വന്നു. യെസ്, ഈ കമാൻഡ് കേട്ടോ, ഈ കമാൻഡ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, BCD എഡിറ്റ് സ്പേസ് സെറ്റ് ഹൈപ്പർവൈസർ ലോഞ്ച് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ ഈ ഒരു കമാൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം സോൾവ് ആവും. ഇത് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എല്ലാറ്റിലും സപ്പോർട്ടാവാം. ഇത് ഞാൻ 16 വെർച്വൽ VMware 16 ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, VMware 16 ചെയ്തിട്ടുള്ളത്. ഇത് 17 ഇപ്പം നിലവിൽ എൻ്റെ കയ്യിലുള്ള വേർഷൻ 17. ഓക്കെ, 16 ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഈ കമാൻഡ് ജസ്റ്റ് റൺ ചെയ്യാണ്. അപ്പോൾ ഇത് റൺ ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. CMD എടുക്കുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ അടിക്കുക. എന്നിട്ട് ഈ കമാൻഡ് ജസ്റ്റ് ഒന്ന് കൊടുക്കുക. എവിടെ നമ്മൾ കമാൻഡ് ഒന്നും കൂടി കോപ്പി ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളി ഓപ്പറേഷൻ സക്സസ്ഫുള്ളി ആണ്. ഇനി എന്ത് ചെയ്യുക, റീബൂട്ട് ചെയ്യണം സിസ്റ്റം ഒന്ന്. അപ്പോൾ ഞാൻ ഈ സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ റീസ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീബൂട്ട് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ ഒരു VMware ഒന്ന് ഓപ്പൺ ചെയ്യാണ്. VMware ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ആ ഫയൽ അതിനകത്ത് റൺ ആവുന്നുണ്ടോ, എന്താണ് സ്റ്റാറ്റസ് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്തു. ഇതിനകത്ത് GNS3 എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് പവർ ഓൺ ചെയ്ത് നോക്കാം. പവർ ഓൺ ആവുന്ന നോക്കാം. നമ്മൾ എറർ പോയാൽ നോക്കിയാൽ മാത്രം മതി. കണ്ടോ, എറർ പോയിട്ടുണ്ട്, പവർ ഓൺ ആവുന്നുണ്ട്. ഈ പവർ ഓൺ ആവുന്നുണ്ടെങ്കിൽ സഡൻലി പവർ ഓഫ് ചെയ്തോളി. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഓക്കെ, പവർ ഓൺ ആവുന്നുണ്ടോ മാത്രം ചെക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ GNS3നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഈ ഒരു ഇത് VM ആണല്ലോ, ഇതിനെ നമ്മളെ പ്രൈമറി GNS3 ആയിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ GNS3 എന്ന് പറയുന്ന ടൂൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഹെൽപ്പിൽ പോവുക. എന്നിട്ട് സെറ്റപ്പ് വിസാർഡ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടോ, റൺ ഇൻ എ വെർച്വൽ മെഷീൻ എന്ന് പറയുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ ചോദിക്കും വെർച്വലൈസേഷൻ ഏതാണ്, ഏത് മെഷീനാണെന്നൊക്കെ ചോദിക്കും. അതിന് മുമ്പ് ഇതിൻ്റെ സെർവർ ഓൺ ആയിട്ടില്ല തോന്നുന്നു, അതുകൊണ്ടാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ഈ സെർവർ സമ്മറി വന്നിട്ടില്ല. വന്നതിന് ശേഷം അത് ഓപ്പൺ ആക്കാൻ നല്ലത്, അതുകൊണ്ടാണ് സ്ലോ ആയത്. ഓക്കെ, കണ്ടോ, അവിടെ കണക്റ്റിംഗ് ടു ലോക്കൽ സെർവർ ഓണായി വന്നിട്ടില്ല, ഓണായി വരുന്നുള്ളൂ. ഓണായി വന്നതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഓക്കെ, ആണ്. അപ്പോൾ കുറേ എററുകൾ വന്നു. അതിന് കാരണം എന്താ വെച്ചാൽ അതിന് വേറെ റീസൺ ഉണ്ട്. ഇതിൽ എത്ര എറർ വരാൻ കാരണം എന്താ വെച്ചാൽ നമ്മളത് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയിട്ട് ആ VM ഓപ്പൺ ആക്കി വന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി എന്ത് ചെയ്യുക, സെറ്റപ്പ് വിസാർഡ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ റൺ എ വെർച്വൽ മെഷീൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പോവുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഓപ്ഷൻ ചോദിക്കും വെർച്വൽ ബോക്സ് ആണോ VMware ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കും. അവിടെ VMware സെലക്ട് ചെയ്യുക. VMware സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ GNS3 എന്ന് പറയുന്നത് സെലക്ട് ചെയ്യും. റൈറ്റ്, ഇതാണ് ചെയ്യേണ്ടത്. ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പോവുക. ഓക്കെ, നെക്സ്റ്റ് പോവുക. ആൻഡ് ഫിനിഷ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിട്ട് ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുന്നതോട് കൂടി ഇവിടെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ടായിട്ടോ. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് റണ്ണായി വരട്ടെ. റണ്ണായി വന്നാലേ ഫിനിഷ് കൊടുക്കാനുള്ള ബട്ടൺ ഇനി ഓൺ ആവുള്ളൂ. ഇത് ഓണായി വരേണ്ടി വരും. ഓക്കെ, എന്നാലാണ് ഈ ഫിനിഷ് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ GNS3 ഓണായി വരട്ടെ. ഓണായി വരാൻ ടൈം എടുക്കും. ഇവിടെ ഈ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വേണമെങ്കിൽ ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓക്കെ, അതായത് GNS3ൻ്റെ മെഷീൻ ഓൺ ആവുകയാണ്. ഓക്കെ, അപ്പോൾ അതവിടെ ഓണായി വരട്ടെ. ഓണായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോഡിങ് പോകുന്നതോട് കൂടി ഇവിടെ ഉണ്ടാവും GNS3 VM സ്റ്റാർട്ടിങ് എന്ന് കാണിച്ചു കൊടുത്ത് ഗ്രീൻ കളർ വരും.
അത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർലി ഇത് തമ്മിൽ ലിങ്ക് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഫിനിഷ് ബട്ടൺ അമർത്താൻ പറ്റും. ഓക്കെ, നോക്കാം. GNS3 VM സ്റ്റാർട്ടിങ്ങിലാണ്. ഇനി GNS3 ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്നത് ഈ ഒരു GNS3 VM ഓട്ടോമാറ്റിക് അവരെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ GNS3 ക്ലോസ് ചെയ്താൽ ഓട്ടോമാറ്റിക് VM അവരെന്നെ ക്ലോസ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, പ്രത്യേകിച്ച് ഈ VM സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താ വന്നില്ല കേട്ടോ. ഇവിടെ ഈ ലോഡിങ് പോയിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് GNS3 VMൻ്റെ ഗ്രീൻ കളർ ആവാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, ഈ എറേഴ്സൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിലീറ്റ് ആയി, എല്ലാം ഡിലീറ്റ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ GNS3 VMൻ്റെ CPU അതുപോലെ ടോട്ടൽ CPU ഒക്കെ ഇവിടെ കാണിക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ GNS3 സെറ്റ് ചെയ്യാൻ. GNS3 ഇപ്പോൾ GNS3 സെറ്റ് ചെയ്തു, VM സെറ്റ് ചെയ്തു. ഇതിനകത്ത് iOS കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സിസ്കോയുടെ പിന്നെ റൗട്ടേഴ്സ് എങ്ങനെ കോൺഫിഗ് ചെയ്യുന്നു, അതുപോലെ സിസ്കോയുടെ സ്വിച്ച് എങ്ങനെ കോൺഫിഗ് ചെയ്യുന്നു എന്നുള്ള വീഡിയോസൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.